ഈ ബൈക്ക് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ആ ബാക്കിലെ ഒരു ടെയിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ കാണുന്ന മിഷ്ലിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടയറാണ്. ആ ഒരു ടൂൾ വെച്ചിട്ട് ഈ ബെൻഡുള്ള ഏരിയാസിലേക്കൊന്ന് ഒരു പ്രഷർ കൊടുത്തിട്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു Throttledom. കൊറോണയൊക്കെ കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു ഒരു വലിയ വലിയ ബ്രേക്ക് കൊടുത്തതായിരുന്നു ചാനലിൽ. കൊറോണാസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ബ്രേക്ക് ആയിരുന്നു. അപ്പം അതിനിടയ്ക്ക് തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം കുറച്ച് മെസ്സേജ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സന്തോഷമുള്ളൊരു മെസ്സേജ് തന്നെയാണ്. കാരണം നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും ആണെന്ന് മനസ്സിലായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം അവരുടെ അങ്ങനത്തെ കുറച്ച് റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ഞാൻ ഒരു തവണ എനിക്ക് ആകെ കുറച്ച് വ്യൂസ്, ഒരു 5,000 വ്യൂസ് എങ്കിലും കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ടയർ അപ്സൈസിങ്ങിൻ്റെ ഒരു വീഡിയോ വരുന്നത്. അപ്പം ടയർ അപ്സൈസിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ എല്ലാവരും പറയാറുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണം എന്നാൽ മാത്രമേ എനിക്കത് നോക്കാൻ പറ്റുള്ളൂ. അതിൽ കമൻ്റായിട്ടും വരാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടയർ ഫിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ടയർ അപ്സൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ഫിക്സ് ചെയ്യുന്ന സമയത്ത്, അതും മെഷീൻ വെച്ചിട്ടല്ല, നോർമൽ നമ്മളിപ്പം ഒരു പഞ്ചർ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ആളുകളെ കൊണ്ട് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാമല്ലോ, അപ്പം ഒരുപാട് സ്ഥലം, ഇപ്പം നമ്മൾ ഈ നാടൊക്കെ എന്ന് വെച്ചാൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എല്ലാ സ്ഥലത്തും മെഷീനറീസും ഒന്നും ഉണ്ടാവില്ല. അപ്പം പലരും പല സ്ഥലത്ത് പോയിട്ടായിരിക്കും ട്രാക്ക് ടയേഴ്സും അല്ലെങ്കിൽ പുതിയ ടയേഴ്സൊക്കെ മേടിച്ച് വരുന്നത്. പലരും യൂസ് ചെയ്യുന്ന ട്രാക്ക് ടയേഴ്സാണ്. ട്രാക്ക് ടയേഴ്സ് കൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ ട്രാക്ക് ടയർ എന്ന് പറയുന്നത് ഏകദേശം 7,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. അത് ഞാൻ കാണിക്കാം, ആ ടയർ ഞാൻ കാണിക്കാം. അതിന് മുമ്പേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇതിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. ഞാൻ ടയർ അപ്സൈസിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ റേഷ്യോ, എത്രയാണ് അതിൻ്റെ സൈസ് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം വന്നിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡോമിനർ 400ൻ്റെ ഒരു ബാക്ക് വീലിൻ്റെ, അതായത് ബാക്ക് ടയറാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. 180യിലേക്കാണ് അപ്സൈസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു നോർമൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത സൈസാണ് 180. അപ്പോൾ 180യിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ബൈക്കിനല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വണ്ടിക്കാണ് നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും. കാരണം ഒരു ടയർ അപ്സൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാക്കിൽ ടെയിലിൽ കുറച്ച് ചെറിയൊരു വ്യത്യാസം വരുന്നത് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഷോ നമ്മുടെ വണ്ടിക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ. ഈ ബൈക്ക് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ആ ബാക്കിലെ ഒരു ടെയിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മുടെ ഒരു NS കൊടുക്കുന്ന പോലെ തന്നെ ബാക്കിൽ നിന്ന് അടിയിൽ നിന്ന് ക്ലാമ്പ് കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതൊക്കെ മനസ്സിലാവും. ഈ ഒരു സംഭവം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ചെളി തെറിക്കുന്നതിന് വേണ്ടി, അത് അറിയാമല്ലോ, നമുക്ക് റെയിനി സീസണിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഫിറ്റ് ചെയ്തതാണ്. ബട്ട് നമ്മളൊരു അപ്സൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു ഇവിടെ ഒരു പ്രൊട്ടക്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മഡ് വരാൻ, അല്ലെങ്കിൽ വെള്ളം തെറിക്കാതിരിക്കാനായിട്ട് ഇങ്ങനൊരു പോർഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലുക്ക് ഇതിന് കിട്ടത്തില്ല. അപ്പം ഈ ഒരു ടയർ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ ടയർ ടെൻഷൻ കണ്ടാൽ മനസ്സിലാവും, കംപ്ലീറ്റ്ലി വണ്ടിൻ്റെ ബാക്ക് എന്നുള്ളൊരു ഒരു ബാഡാസ് ലുക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ കാണുന്ന മിഷ്ലിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടയറാണ് നമ്മൾ ഇതിലിടാൻ പോകുന്നത്. 180 സൈസ് തന്നെയാണ് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോർമലി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നോർമലി ഒരു വർക്ക്ഷോപ്പിൽ എങ്ങനെയാണോ നമുക്ക് ടയേഴ്സ് ഊരിയിട്ട് ഫിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അതിൽ യാതൊരു വ്യത്യാസം തന്നെ ഇല്ല. കാലിക്കറ്റ് ബേസ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ്, അതായത് ഇപ്പോൾ കൊയിലാണ്ടി കോഴിക്കോട് ബൈപ്പാസിൽ പാലോറമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഷോപ്പ് വരുന്നത്. എപ്പോൾ ചെന്നാലും ഒരു ചേട്ടൻ ഈ ടയേഴ്സൊക്കെ മാറ്റി തരും വിത്തൗട്ട് എനി ക്രാക്ക്. ഓക്കെ. അപ്പം നമ്മൾ ഏറ്റവും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചേട്ടൻ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമലി നമ്മളെ പുള്ളിക്കാരൻ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ബട്ട് അതിൽ കുറച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും എടുത്ത് പറയുന്നതാണ്.
അപ്പം നമുക്ക് പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് പുള്ളി ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ അലോയ് വീൽസിൽ നിന്ന് ടയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ടൂൾസാണ്. അല്ലാതെ നമ്മുടെ നോർമൽ ഇവിടെ പഞ്ച വർക്ക്ഷോപ്സിൽ യൂസ് ചെയ്യുന്ന പോലെ സ്ക്രൂ ഡൈവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല വർക്ക്ഷോപ്സിലും അവരെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്ക്രൂ ഡൈവേഴ്സ് യൂസ് ചെയ്യും നമ്മുടെ ഈ ഒരു ടയേഴ്സ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇവിടെ അത് നോർമൽ സൈസിൽ മേ ബി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് അല്ലാതെ നമ്മൾ ഈ ഒരു സൈസുള്ള ടയേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടയർ ഓൾറെഡി നമ്മൾ കുറേ പ്രഷർ കൊടുത്തിട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ടയർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് പുള്ളി തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഓഡിയോ ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ടയർ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമ്മുടെ അലോയ്സിലേക്ക് അത് ക്ലിയർ ആയിട്ട് പെട്ടെന്നൊന്ന് ഫിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഗ്രീസ് അവിടെ യൂസ്. പക്ഷേ ഈ ടയേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഗ്രീസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ട്രാക്ക് ടയേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ എഡ്ജുകൾ കുറച്ച് വളഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫിറ്റായെങ്കിൽ മാത്രമേ എയർ അതിനകത്ത് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ എയർ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ട്രാക്ക് ടയേഴ്സിൽ. എല്ലാ ട്രാക്ക് ടയേഴ്സിനും കേസല്ല പറഞ്ഞത്, ബട്ട് മെയിനായിട്ട് വരുന്ന ട്രാക്ക് ടയേഴ്സിൽ ഇവർ റിമൂവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് അവർ കയറ്റി അയക്കുന്ന സമയത്തൊക്കെ വരുന്ന ബെൻഡുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബെൻഡുകൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് എയർ ലീക്ക് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആ ഒരു ടൂള് വെച്ചിട്ട് ഈ ബെൻഡുള്ള ഏരിയാസിലേക്കൊന്നും ഒരു പ്രഷർ കൊടുത്തിട്ട് അതൊന്നും കൂടി പഞ്ച് ചെയ്തിട്ട് അതൊന്നും കൂടി ഫിക്സ് ചെയ്യാൻ നോക്കുകയാണ്. ബട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ടയർ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ബെൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോർമലി ഫിക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ബെൻഡ് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എയർ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണ് അടുത്ത മെത്തേഡിലേക്ക് പോയത്. ആ മെത്തേഡ് ഞാനിപ്പോൾ കാണിക്കാം. ഇവിടെ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർമൽ ടയേഴ്സ് ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിനകത്ത് ട്യൂബ് ഇൻസേർട്ട് ചെയ്തു. ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിനകത്ത് നോർമൽ പ്രഷർ അപ്ലൈ ചെയ്തു. ഈ പ്രഷർ ഇവർ ഡയറക്റ്റാണ് കൊടുക്കുക, നമ്മുടെ വാൾ ട്യൂബ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് പ്രഷറാണ് കൊടുക്കുക. അതായത് ആ ഒരു മെഷീനിൽ നിന്ന് അവർ ഡയറക്റ്റ് ആ പൈപ്പ് അതിലേക്ക് കൊടുത്തിട്ട് ആ കംപ്ലീറ്റ് പ്രഷറിലാണ് ഈ ഒരു ടയർ ഫിറ്റ് ചെയ്യിക്കുന്നത്. ഇനി ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ ഫുൾ ഒരു പ്രഷർ കൊടുക്കാൻ പോകുന്നത്, ആ എയർ ഡയറക്റ്റായിട്ട് അവർ കയറ്റുകയാണ്. ഈ കയറ്റിയ സമയത്തായിരുന്നു ഇത് കറക്റ്റ് ഫിക്സ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ട്യൂബ് അതിനകത്ത് ഉള്ളതുകൊണ്ട് കറക്റ്റ് ഷേപ്പിൽ അത് വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ ഷേപ്പ് ചെയ്തിട്ട് ആ ട്യൂബ് കുറച്ച് നേരം അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ആ ട്യൂബ് റിമൂവ് ചെയ്തിട്ട് ഈ ടയർ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇതൊക്കെ നോർമൽ ചെയ്യുന്ന രീതികൾ തന്നെയാണ്, ബട്ട് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആ ട്യൂബ് വെച്ചിട്ട് ആ ഒരു ടയറിൻ്റെ കംപ്ലീറ്റ് ഷേപ്പ് തിരിച്ചെടുത്തു. എന്നതിന് ശേഷം ആ ട്യൂബ് റിമൂവ് ചെയ്തതിന് ശേഷം ടയർ ഇട്ടിട്ട് നോർമൽ പ്രഷർ കൊടുത്തു. ആ പ്രഷർ നമ്മൾ ബാക്ക് ടയേഴ്സിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് 40 ആയിരിക്കണം. ആ 40ൽ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടയറിന് നല്ലൊരു ലൈഫ് കിട്ടുള്ളൂ. ഫ്രണ്ടിലും അതേപോലെ 30-35 തന്നെ നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ ഈ ഒരു അപ്സൈസ് ചെയ്ത ടയേഴ്സിന് നമുക്ക് ലൈഫ് കിട്ടുള്ളൂ. ഇനി തീർച്ചയായിട്ടും നമുക്ക് ഈ മാറ്റിയതിന് ശേഷമുള്ള ഒരു അപ്സൈസ് ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്സ് നമുക്ക് കണ്ടു നോക്കാം. Yeah, let's go. I'm unstoppable, do the impossible. I'm irresponsible, yet I'm phenomenal. I got an arsenal, I'm dropping bombs, you know. No, I'm not stopping, no. Conquer the obstacle. To the top, here I go, think I'm chosen to be the king of rock, think the people have spoken. I can hear the tick-tock of the clock, I'm in motion. So now I'm gonna pop, causing all this commotion.
Yeah, sometimes I think that I'm unstoppable. Yeah, ready to go, man, lock it low. That's right, I swear to God that I could drop you, bro. Yeah, I got a shot and I ain't stopping, no. That's how I know that I'm unstoppable. That's how I know that I'm unstoppable. Yeah, let's go. I don't care what they all say. That's right, I'ma do this thing my way. Let's go. Been grinding hard on it all day. Okay, we work hard, then we all play. Yeah, I'm addicted to the grind, man. That's right, so I refuse to waste time, man. Yeah, one day it all will be fine, man. Let's go, gotta commit to the climb. You know we're back with the Guinness, setting records every minute, every track. In addiction to the fact that we're winning, still we lack something's missing. Need a track that is hitting, making racks, making millions. If you ask, that's the mission. I don't waste time, no, I make time. All these people wanna hate, fine, I'ma make mine while you sitting. സോ ഗൈസ്, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മളൊരു ടയർ അപ്സൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു നോർമൽ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ നോർമൽ പഞ്ച് ഷോപ്പിൽ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചു തന്നത്. അപ്പം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ടൂൾസ് യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ടയർ ക്രാക്കായി പോവും. സോ ചെയിൻ സ്പോക്കറ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയിൻ സ്പോക്കറ്റിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ യാതൊരു ഇഷ്യൂവും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനും ലൈഫ് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ല വീഡിയോ തന്നെ നല്ല നല്ല എപ്പിസോഡ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.